ഉത്തരേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴയാണല്ലോ. ഡൽഹിയിൽ നിലവിൽ ചൂടാണോ ബൽറാം? ഉന്മേഷ്, ഡൽഹിയിൽ ശക്തമായ ചൂട് തുടരുകയാണ്. അതേസമയം ഇന്നലെ മുതൽ ഡൽഹിയിൽ കാലവർഷം എത്തും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമെങ്കിലും ഡൽഹിയിൽ മഴയുണ്ടായില്ല. എന്നാൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഡൽഹിയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. സമാനമായി മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ജമ്മു കശ്മീർ കൂടാതെ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ്. കൂടാതെ മധ്യപ്രദേശിലും ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. നിരവധി ജില്ലകളിൽ, പ്രധാനമായും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ അതീവ ഗുരുതരമായ സാഹചര്യം ശക്തമായ മഴയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഹിമാചൽ പ്രദേശിലാണ് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ അതീവ രൂക്ഷമായ സാഹചര്യമുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ തുടരുന്നു. 6 പേരുടെ ജീവൻ ഈ മഴക്കെടുതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ മാത്രം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മരണം 12 ആയിരിക്കുന്നുണ്ട് മഴക്കെടുതിയെ തുടർന്ന്. ഹിമാചൽ പ്രദേശിൽ ഇനിയും 4 പേരെ കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. കൂടാതെ നിരവധി പേർ പലയിടങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാണ്. അതേസമയം ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി, പ്രത്യേകിച്ച് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗങ്ങൾ അറിയിക്കുന്നത്. ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.